പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40-ൻ്റെ മെയിൻ ഇവൻറ്റിലെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റസൽമേനിയ 40-ൻ്റെ നൈറ്റ് 2-ലെ സൺഡേ നടന്ന ആ ഒരു സ്പെഷ്യൽ ഇവൻറ്റിലെ മെയിൻ ഇവൻറ്റ് മത്സരം അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ റോമൻ റെയിൻസ് കോഡി റോഡ്സിനെതിരെ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. അതൊരു ബ്ലഡ് ലൈൻ റൂൾസിലായിരുന്നു നടത്തിയിരുന്നത്. മത്സരം ഒരു സിനിമ പോലെ അവസാനിച്ച് കോഡി റോഡ്സ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മത്സരത്തിൽ റോമൻ റെയിൻസിനെ സഹായിക്കാൻ വേണ്ടി ജിമ്മി ഊസോ ഇൻ്റർഫിയറൻസ് നടത്തുന്നത് കാണാൻ സാധിച്ചു. ജിമ്മിയെ ആക്രമിക്കാൻ വേണ്ടി ജെ ഊസോ ഇൻ്റർഫിയറൻസ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷവും മത്സരം മുന്നോട്ട് പോയി കുറേയധികം മൂവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അവർ അവസാനം വന്ന് ചെന്ന് എത്തുന്നത് സോളോ സിക്കോവ റോമനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ്. അവിടെയും സമോവൻ സ്പൈക്കൊക്കെ ഉപയോഗിച്ച് കോഡിയെ ആക്രമിച്ച സോളോ സിക്കോവ പക്ഷേ അവിടെ കോഡിയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആ സോളോ സിക്കോവയ്ക്കെതിരെ ജോൺസന വരുന്നു. ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഫിനിഷറൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് ജോൺസനെ ആക്രമിക്കാൻ സാക്ഷാൽ ദി റോക്ക് വരുന്നു. റോക്ക് റിങ്ങിൽ കയറി ജോൺസനെ റോക്ക് ബോട്ടം ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നു. പിന്നീട് റോക്കിനെ ആക്രമിക്കാൻ സെത്ത് വരുന്നു. പക്ഷേ സെത്തിന് അടിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് റോക്കിനെ ആക്രമിക്കാൻ സാക്ഷാൽ ദി അണ്ടർടേക്കർ വരുന്നു. അണ്ടർടേക്കർ വന്ന് റോക്കിനെ ചോക്ക് സ്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു അവസരങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് കോഡി റോഡ്സ് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് റസൽമേനിയ 40-ൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് റസൽമേനിയ 40-ൽ നടന്നത്. ഒരു സിനിമ പോലെ അവസാനിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അണ്ടർടേക്കറിന് പകരം സ്റ്റോൺ ഗോൾഡ് ആയിരുന്നു ആ ഒരു റോൾ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. അവസാന നിമിഷം പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാരണം സ്റ്റോൺ ഗോൾഡും പിന്മാറിയതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റോക്കിനെ ആക്രമിക്കാൻ വേണ്ടി അണ്ടർടേക്കർ വന്നത്. ഒരു പക്ഷേ സ്റ്റോൺ ഗോൾഡ് ആയിരുന്നു വന്നത് എന്നുണ്ടെങ്കിൽ റോക്കിനെതിരെയുള്ള ഒരു മികച്ച മൊമെൻറ്റ് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ റസൽമേനിയ 40-ൽ നമുക്കത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അണ്ടർടേക്കർ ചെയ്തതും മികച്ച ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ആയിരുന്നു റോക്കിനെതിരെ ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അണ്ടർടേക്കറിനേക്കാൾ ആ ഒരു മൊമെൻറ്റ് സ്റ്റോൺ ഗോൾഡിൻ്റെ ഒരു സ്റ്റണ്ണറിന് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂവിൽ അത് നടന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. റസൽമേനിയ 40 അവസാനിച്ചു. മികച്ച രീതിയിൽ അവർക്ക് റസൽമേനിയ ഈ ഒരു വർഷം നടത്താൻ സാധിച്ചു. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഷോ നമുക്ക് ലഭിച്ചു. സ്റ്റോൺ ഗോൾഡിൻ്റെ ആ ഒരു മൊമെൻറ്റ് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് റസൽമേനിയ 40-ൻ്റെ യഥാർത്ഥ പ്ലാൻ. ഇത് പങ്കുവെക്കുന്നത് റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡേവ് മെൽസറിൻ്റെ പുതിയ റിപ്പോർട്ടിലാണ്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ആ ഒരു പൊസിഷനിൽ അണ്ടർടേക്കർ ആയിരുന്നുവോ അതോ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ആയിരുന്നുവോ കൃത്യമായിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.